ഹായ്, എൻ്റെ പേര് അബ്ദുൽ ഖാസിം. ഞാൻ കാസർഗോഡ് സ്വദേശിയാണ്. എറണാകുളത്തേക്ക് താമസം. അപ്പോൾ ഇന്ന് ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന വഴി, അതായത് കാസർഗോഡ് നിന്ന് എറണാകുളം പോകുന്ന വഴി എൻ്റെ മകൻ വണ്ടി ഓടിക്കുകയാണ്. കോഴിക്കോട് തൊണ്ടയുടെ ബൈപ്പാസ് വെച്ചു ഒരു ഇൻഡർസെപ്റ്റർ വാഹനം വണ്ടി കൈ കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി നിർത്തി. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എന്നെപ്പോലെ തന്നെ ഒരു 10-20 വണ്ടികളെങ്കിലും നിരയെ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഒറ്റൊരു ഓഫീസറും ഒരു വണ്ടിയുടെ അടുത്ത് പോയി പേപ്പർ ചോദിക്കുകയോ അവരോട് കാര്യങ്ങൾ തിരക്കുകയോ ചെയ്യുന്നില്ല. പകരം എല്ലാവരും ആ ഏമാനെ പോയി കാണണം എന്ന് നിർബന്ധം പിടിക്കുകയാണ്. ഇതിൽ എല്ലാ വണ്ടിയിലും ഒട്ടുമിക്ക അവർ 80% വണ്ടികളും ഫാമിലിയാണ്. ഞായറാഴ്ചകളിൽ ഫാമിലിയാണ്. തിങ്കളാഴ്ച ഫാമിലി വണ്ടികൾ ഒരുപാടുണ്ടായിരുന്നു. സോ ഞാൻ ആ പോലീസുകാരനോട്, രതീഷ് എന്ന പോലീസുകാരനോട് പറഞ്ഞു, സാറേ ഇത് നീതിയല്ല, DGP അദ്ദേഹത്തിന്റെ പുതിയ ഓർഡർ ഉണ്ട്. കാരണം ഞാൻ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് കണ്ടതാണ്. അപ്പൊ അതിൽ പ്രത്യേകം പുള്ളി പറയുന്നുണ്ട് യാത്രക്കാരോട് ഏത് രീതി പെരുമാറണം, എങ്ങനെ സമീപിക്കണം എന്നൊക്കെ കാര്യങ്ങൾ. ഫാമിലി പോകുന്ന വണ്ടികൾ കൈ കാണിക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതുപോലെ വണ്ടി ഓടിക്കുന്ന അവരുടെ അടുത്ത് അങ്ങോട്ട് പോയി സാറെന്ന് വിളിക്കുകയോ മാഡം എന്ന് വിളിക്കുകയോ ചെയ്യണം എന്നുള്ളത്. അതെന്തുമാവട്ടെ, ഇതിന്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്തു പുള്ളിനോട്. നിങ്ങൾ ശരിയല്ല ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ വന്ന് നമ്മളോട് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു. പുള്ളിയോട് നിങ്ങൾ ഒന്ന് അവിടെ ഇരുന്നോ, അവിടെ വന്നോളാന്നു. സ്വാഭാവികമായിട്ടും 5 മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പുള്ളി ബാക്കിയുള്ള വണ്ടികളൊക്കെ നോക്കി നമ്മുടെ അടുത്ത് വന്നില്ല. അതൊരു പകരം വീട്ടിലാണെന്ന് മനസ്സിലായി. സൈക്കിട്ടപ്പം പിന്നെ പേപ്പർ കൊണ്ടുപോയപ്പോഴത്തേക്കും എന്റെ മകനെ കൊണ്ടുപോയ പേപ്പർ പൊല്യൂഷൻ തീർന്നു പോയിരുന്നു. ആദ്യം SI നോക്കിയിട്ട് 400 ഫൈൻ അടക്കാൻ പറഞ്ഞു. 400 എഴുതുകയും ചെയ്തു പുള്ളി. എഴുതിയതിന് മേളിൽ ഈ ഉദ്യോഗസ്ഥൻ വന്നപ്പം രതീഷ് വന്ന ഈ പോലീസുകാരൻ വന്നു പറഞ്ഞു, സാർ ഇയാളാണ് അങ്ങോട്ട് പോയി ചോദിക്കാത്തതിന്റെ പേരിൽ ചോദ്യം ചെയ്തെന്ന്. ഉടനെ അയാൾ അന്നൊരു കാര്യം ചെയ്യും, നീതി പോലെ 1000 ഫൈൻ ഇതും. ഇത് എവിടുത്തെ നീതിയാണ്? DGP അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എന്ത് നീതി നടപ്പാക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഇവർ പകരം വീട്ടാണ് ശ്രമിക്കുന്നത്. ഇവർ നീതി നടപ്പാക്കാനുള്ള, ഇവരെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട് അതേ രീതിയിൽ പകരം വീട്ടാണ്. കാരണം നിയമം കയ്യിലുള്ളപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ അതിനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ വകുപ്പില്ല. ശരി എന്ന് വെച്ചാൽ നിസ്സഹായരോ നിരാലംബരോ അല്ല നമ്മൾ. ഇതിനെതിരെ പ്രതികരിച്ചാൽ 400 എന്നത് 1000 ആവും. ചിലപ്പോൾ ഇതിന് 1000, 3000 ആയെന്നും വരും. അതിന് അത് പറഞ്ഞത് എന്നെ അയാൾ ചോദ്യം ചെയ്തു, വണ്ടീന്റെ അടുത്ത് പോയിട്ട് എന്റെ ചോദിക്കാതെ എന്ന്. അപ്പൊ വണ്ടീന്റെ അടുത്ത് പോയി ചോദിക്കാതെ എന്റെ ഓർഡറല്ല, മറിച്ച് DGPയുടെ ഓർഡറാണ്. ഇതിന് സാറിന് എന്താ പറയാനുള്ളത്? ഈ വണ്ടിയുടെ നമ്പർ ഞാൻ ഇതിനെ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ ഇന്ന്, അതായത് തിങ്കളാഴ്ച രാവിലെ 11:15 സംഭവം. മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.